മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും കുഞ്ഞു മരിക്കും എന്നുള്ള സന്തോഷത്തിലാണ് കരുണയും അതുപോലെ കരുണയുടെ അച്ഛനും മുത്തശ്ശിയൊക്കെ ഇരിക്കണം. പക്ഷെ സംഭവിക്കുന്നത് നേരെ തിരിച്ചാണ്. ആ ദിവ്യയായ അമ്മ പറഞ്ഞതുപോലെ ആ കുഞ്ഞിനാണെങ്കിൽ ഒന്നും സംഭവിക്കുന്നില്ല. ആ കുഞ്ഞിനെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള ശിക്ഷ ആ കുഞ്ഞ് തന്നെ കൊടുക്കുമെന്നാണ് അമ്മ പറഞ്ഞത്. അതുപോലെ തന്നെ ആ കുഞ്ഞിനെ ദ്രോഹിക്കാൻ ശ്രമിച്ച ആ സ്വാമിയും അതുപോലെ ആ ഗുണ്ടയും ഈ പ്രതാപൻ്റെ അമ്മയൊക്കെയാണ് ഈ ദേഹം ആകെ ചൊറിഞ്ഞിങ്ങനെ മാന്തിക്കൊണ്ട് തന്നെ നടക്കുകയാണ്. ഇതേ സമയം കുഞ്ഞിനാണെങ്കിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. ആ ഒരു കാര്യം മാർക്കോയോട് പറഞ്ഞ് ആ സിദ്ധയായ അമ്മ ചിരിക്കുന്നുണ്ട്. അന്നേരം മാർക്കോ ചോദിക്കുന്നുണ്ട്, അമ്മ ഇത്രയധികം ചിരിക്കാൻ എന്താ ഉണ്ടായെന്ന് ചോദിക്കുമ്പം കുഞ്ഞിനെ ദ്രോഹിക്കാൻ ശ്രമിച്ചവരൊക്കെ ഇപ്പം കടി സഹിക്കാൻ പറ്റാതെ മാന്തിക്കൊണ്ടിരിക്കുക. അത് എനിക്ക് ദിവ്യദൃഷ്ടിയിൽ കാണാൻ പറ്റി. അത് കണ്ടിട്ടാണ് ഞാൻ ചിരിക്കണേ മാർക്കോ എന്ന് പറഞ്ഞതും മാർക്കോ പറയുന്നുണ്ട്, അപ്പോൾ കണ്ണൻ സാറിൻ്റെ കുഞ്ഞിനെ ആരും ദ്രോഹിക്കുമെന്ന് ഓർത്തിനി നമ്മൾ പേടിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ ആ ദിവ്യയായ അമ്മ പറയുന്നുണ്ട്, അതോർത്ത് ആരും പേടിക്കേണ്ട. ആ കുഞ്ഞിനെ ആരെങ്കിലും ദ്രോഹിക്കാൻ ശ്രമിച്ചാൽ അതിനുള്ള തിരിച്ചടി ആ കുഞ്ഞ് തന്നെ കൊടുത്തോളൂ എന്ന്. പിന്നീട് നമ്മളുടെ കണ്ണൻ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നിട്ട് എല്ലാവരുടെയും കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അതിനുശേഷം ഓരോരുത്തരും കുഞ്ഞിനെ എടുത്തു വെച്ചുകൊണ്ട് ഓരോരോ സെൽഫികൾ എടുക്കുന്ന സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, ഇപ്പോൾ നമ്മൾ ഒരുപാട് ഫോട്ടോസ് എടുത്തില്ലേ, ഇതെല്ലാം എന്തായാലും അമ്മയ്ക്ക് അയച്ചു കൊടുക്കാം. മഞ്ജു നീ ഇത് അമ്മയ്ക്ക് അയച്ചു കൊടുക്കടി എന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, ഞാനിത് അമ്മയ്ക്കല്ല അയച്ചു കൊടുക്കാൻ പോണേ. ഇത് കാണുമ്പം ഹൃദയം നിലയ്ക്കുന്ന ഒരാളുണ്ട്, അയാൾക്ക് ഞാൻ ആദ്യം തന്നെ അയച്ചു കൊടുക്കാമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഉണ്ണിയാണെങ്കിൽ ഇങ്ങനെ ആകെ നിരാശനായിട്ടിരിക്കുന്ന സമയത്ത് കരുണ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് കരുണ ചോദിക്കുന്നുണ്ട്, ഉണ്ണിയേട്ടൻ എന്താ ആകെ സങ്കടത്തിലിരിക്കണേന്ന് ചോദിക്കുമ്പം പിന്നെ സന്തോഷിക്കാൻ പറ്റിയ കാര്യങ്ങളാണോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണേ? ഇന്ന് അയാളുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ടല്ലേ, അവിടെ ഭയങ്കര ആഘോഷമായിരിക്കും. അന്നേരം കരുണ പറയുന്നുണ്ട്, ആഘോഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മഹാലക്ഷ്മിക്ക് കരയാനുള്ളതാണ്. അന്നേരം ഉണ്ണി ചോദിക്കുന്നുണ്ട്, അതെന്തിനാ മഹാലക്ഷ്മി കരയണേന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള പ്ലാനൊക്കെ എൻ്റെ അച്ഛനും മുത്തശ്ശിയും ചേർന്ന് ചെയ്തിട്ടുണ്ട്. എനിക്ക് അതിലെ ഇപ്പോൾ ഒരു പ്രതീക്ഷ. എന്തായാലും ആ കുഞ്ഞ് ഇന്നത്തോടുകൂടി ഈ ലോകം വിട്ടു പോകുന്നു. അന്നേരം ഉണ്ണി ചോദിക്കുന്നുണ്ട്, അതിന് മാത്രം നിൻ്റെ അച്ഛനും മുത്തശ്ശി എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പം ഈ കരുണ അച്ഛനൊരു ഗുണ്ടേനെ ഏർപ്പാട് ചെയ്തതും ആ ഗുണ്ട ഒരു കള്ളസ്വാമിയെ ഈ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടതും പിന്നീട് ആ കള്ളസ്വാമി കുഞ്ഞ് മരിക്കാൻ വേണ്ടി കുഞ്ഞിൻ്റെ നെറ്റിയിൽ ഭസ്മം തേച്ച കാര്യങ്ങളെല്ലാം ഈ ഉണ്ണിയോട് പറയുന്നുണ്ട്. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, എന്തായാലും ആ കുഞ്ഞൊന്ന് മരിച്ചാൽ മതിയായിരുന്നു. പിന്നീട് അയാൾക്ക് കുഞ്ഞുങ്ങളുണ്ടായില്ലെങ്കിൽ ഈ സ്വത്തുക്കളെല്ലാം നമ്മളുടെ കുഞ്ഞിന് തന്നെ കിട്ടുമെന്ന് പറയുമ്പം ഈ കരുണ പറയുന്നുണ്ട്, ഈ സ്വത്തുക്കൾ എൻ്റെ കുഞ്ഞിന് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. എന്തായാലും ആ മഹാലക്ഷ്മിയും കണ്ണനും എൻ്റെ മുന്നിൽ സന്തോഷമായിട്ട് ജീവിക്കരുത്. അവരുടെ കുഞ്ഞ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവളുടെ സന്തോഷം എനിക്ക് കാണണ്ടല്ലോ എന്ന്. സമയത്ത് ഉണ്ണി ചോദിക്കുന്നുണ്ട്, എന്നിട്ട് കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിക്കുമ്പം അയാൾ ഭസ്മം തൊടിച്ചിട്ട് പോയല്ലേ ഉള്ളൂ, എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും, എന്തായാലും കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ ഒരു കരച്ചിൽ കേൾക്കാമെന്ന്. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, അതെങ്കിലും നടന്നാൽ മതിയായിരുന്നു. ഇതിനു മുമ്പ് പല പ്രാവശ്യം നമ്മൾ ഓരോന്നും പ്ലാൻ ചെയ്തിട്ട് അതെല്ലാം പൊളിയോ ചെയ്തേക്കണേന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദുർഗയാണെങ്കിൽ ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ദുർഗയുടെ ഫോണിലോട്ട് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. വേഗം തന്നെ ദുർഗ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഈ കണ്ണനാണെങ്കിൽ ദുർഗ കൊടുത്ത ആ ഒരു അരഞ്ഞാണം കുഞ്ഞിൻ്റെ അരയെ കെട്ടുന്ന ആ ഒരു വീഡിയോയൊക്കെ കണ്ടിട്ട് ദുർഗയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നാലും എൻ്റെ മോൻ എന്നെ തള്ളിക്കളഞ്ഞില്ലല്ലോ, ഞാൻ കൊടുത്തു വിട്ട അരഞ്ഞാണം തന്നെ എൻ്റെ മോൻ കുഞ്ഞിന് കെട്ടിക്കൊടുത്തല്ലോ, അപ്പോൾ അവനൊക്കെ എന്നെ വിശ്വാസമായിട്ടുണ്ട്. മഹാലക്ഷ്മിക്കും എന്നെ വിശ്വാസം ഇല്ലാത്തത് എൻ്റെ സ്വന്തം മോൾക്കാലോ എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ ബാക്കി ഫോട്ടോസും കാണുന്നുണ്ട്. അങ്ങനെ ഈ മഞ്ജുവും എല്ലാവരും കുഞ്ഞിനെ സ്വർണ്ണമൊക്കെ ഇടിക്കുന്ന ഫോട്ടോ കാണുമ്പം ദുർഗയ്ക്ക് നല്ല സങ്കടമാവുന്നുണ്ട്. എനിക്ക് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയില്ലല്ലോ, അതിന് എനിക്ക് ആരോടും പരാതിയൊന്നുമില്ല, എൻ്റെ കയ്യിലിരിപ്പിൻ്റെ തന്നെ ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ട്. പിന്നീട് നമ്മളുടെ പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ ഇങ്ങനെ ദേഹമൊക്കെ ചൊറിഞ്ഞിട്ട് ഒരു രക്ഷയില്ലാതെ ഇങ്ങനെ മാന്തിക്കൊണ്ട് നടക്കുന്നുണ്ട്. എന്നിട്ട് പ്രതാപൻ്റെ അമ്മ പ്രതാപനോട് പറയുന്നുണ്ട്, എന്താണ് പ്രതാപ നമുക്ക് പറ്റിയത്, പെട്ടെന്ന് തന്നെ നമുക്കിങ്ങനെ ചൊറിച്ചിൽ വന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവണില്ല അമ്മേ. രാവിലെ കഴിച്ച ഭക്ഷണത്തിൻ്റെ ആണെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് സമയമായില്ലേ, അന്നേരം ഒന്നും ഒരു കുഴപ്പമുണ്ടായില്ല, പിന്നെ പെട്ടെന്ന് ഇങ്ങനെ കുഴപ്പമുണ്ടായി എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒന്നും മനസ്സിലാവണില്ല അമ്മേ. എന്തായാലും നീയൊന്ന് ആ ഗുണ്ടയ്ക്ക് വിളിച്ചു നോക്കണം, ആ കുഞ്ഞിൻ്റെ കാര്യം എന്തായെന്ന് അറിയാലോ എന്ന് പറയുമ്പം പ്രതാപൻ പറയുന്നുണ്ട്, ഞാൻ ഒന്ന് വിളിച്ച് നോക്കാമെന്ന് പറഞ്ഞ് ഫോണെടുത്ത് വിളിക്കുമ്പം ഈ ഗുണ്ടയാണെങ്കിൽ മേലാകെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഫോൺ ബെല്ലടിക്കണത്. ഫോണെടുത്ത് നോക്കിയിട്ട് ഈ പ്രതാപൻ സാറല്ല വിളിക്കണേന്നും പറഞ്ഞ് അയാൾ ഫോൺ എടുത്തിട്ട് എന്താ സാറേ എന്താ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ അല്ലടാ ആ കുഞ്ഞിൻ്റെ വിവരമൊന്നും അറിഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞ് എന്തായാലും തീർന്നു സാറേ, ആ കാര്യത്തിൽ ഇനി സാറ് സംശയിക്കുകയൊന്നും വേണ്ട, ഞാനാണെങ്കിൽ ഇവിടെ ആകെ ദേഹമൊക്കെ ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുകയെന്ന്. അന്നേരം പ്രതാപൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് ദേഹത്തിന് ചൊറിച്ചിലുണ്ടോ നോക്കുമ്പോൾ ഉവ്വ സാറേ കുറച്ചധികം നേരമായി ഞാൻ മേലെ ആകെ ചൊറിഞ്ഞ് നാശമായി നിൽക്കുക, എനിക്ക് സഹിക്കാൻ പറ്റാത്ത ചൊറിച്ചിലാന്ന് പറയുമ്പം പ്രതാപൻ പറയുന്നുണ്ട്, അതേടാ എനിക്കും എൻ്റെ അമ്മയ്ക്കും ഇതുപോലെ തന്നെ ചൊറിച്ചിലുണ്ടായിന്ന്. അന്നേരം ഈ ഗുണ്ട ചോദിക്കുന്നുണ്ട്, അതെന്താ സാറേ എല്ലാവർക്കും ഒരേ സമയം ചൊറിച്ചിലുണ്ടായെന്ന് ചോദിക്കുമ്പം ഈ പ്രതാപൻ്റെ അമ്മയ്ക്കും ആകെ സംശയമാവുന്നുണ്ട്. ഒന്നും അറിയില്ലടാ, ഞങ്ങൾ ഇത്രയും നേരം ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു, ഇപ്പോഴൊരു ആശ്വാസം കിട്ടി, എന്തായാലും സാറ് ഫോൺ വെച്ച് എനിക്ക്
ൊക്കെ ചൊറിഞ്ഞിട്ട് പാടില്ല സാറേ എന്ന് പറയുമ്പോൾ ഈ പ്രതാപം പറയുന്നുണ്ട്, എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ നീ എന്നെ ഒന്ന് വിളിച്ച് അറിയിക്കണേടാന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുന്നുണ്ട്. ഫോൺ വെച്ചതും പ്രതാപൻ്റെ അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ അവനക്കും മേലൊക്കെ ചൊറിച്ചിലാന്നാ പറഞ്ഞിരുന്നു. ആ സമയം പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, അതെന്ത് പറ്റിയിടാ, നമുക്കും ഭയങ്കര ചൊറിച്ചിലാലോ, നമുക്കെല്ലാവർക്കും ഒരുപോലെ ചൊറിയാൻ എന്താ കാരണം എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവണില്ല അമ്മയെന്ന് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അനന്തുവിൻ്റെ വീട്ടിൽ എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. ആ സമയത്ത് കണ്ണൻ്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. ഫോൺ എടുത്ത് നോക്കിയതും കണ്ണൻ അമ്മയെ വിളിക്കണേന്ന് പറഞ്ഞ് വേഗം കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ, മോനെ അവിടുത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞോ, ഞാൻ ഫോട്ടോയും വീഡിയോയും ഒക്കെ കണ്ടായിരുന്നു, എനിക്ക് ഒരുപാട് സന്തോഷമായി മോനെ, ഞാൻ വാങ്ങി തന്ന സ്വർണം തന്നെ മോൻ കുഞ്ഞിനെ ആദ്യം അണിയിച്ചല്ലോ, എനിക്ക് അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി എന്ന് പറയുമ്പോൾ ഈ കണ്ണൻ പറയുന്നുണ്ട്, അമ്മ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങി തന്നതല്ലേ, പിന്നെ ഇങ്ങനെ അണിയിക്കാതിരിക്കണേ, എന്തായാലും അമ്മയോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല, ഇവിടെ എല്ലാവരും ഉണ്ട് അമ്മേ, അമ്മ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം ഇല്ല മോനെ, നിങ്ങളുടെ സന്തോഷം നശിപ്പിക്കാനായിട്ട് ഞാൻ അങ്ങോട്ടൊന്നും വന്നില്ല എന്ന്. ഇത് കേട്ടപ്പോൾ നമ്മളുടെ മഞ്ജുവിനാണെങ്കിൽ ഒട്ടും ഇഷ്ടമാവണില്ല. മഞ്ജുവിൻ്റെ മുഖഭാവം കാണുമ്പോൾ തന്നെ കണ്ണനത് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് കണ്ണനാണെങ്കിൽ മഞ്ജുവിൻ്റെ നേരെ സാരമില്ലടി എന്നുള്ള രീതിയിൽ ഇങ്ങനെ കണ്ണടച്ച് കാണിക്കുന്നുണ്ട്. എന്നാൽ ശരി അമ്മ, ഞാൻ കുറച്ച് കഴിഞ്ഞ് വരും, അമ്മയ്ക്കുള്ള ഫുഡൊക്കെ കൊണ്ടുവരാമെന്ന് പറയുമ്പം അതൊന്നും വേണമെന്നില്ല മോനെ, ഞാനിവിടെ ഫുഡൊക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞത് കണ്ണൻ പറയുന്നുണ്ട്. എന്നാലും എൻ്റെ കുഞ്ഞിൻ്റെ നൂലുകെട്ടിൻ്റെ ഭക്ഷണം കുറച്ച് അമ്മയ്ക്ക് കഴിക്കണമെന്ന് ആഗ്രഹമില്ലേ എന്ന് വയ്ക്കുമ്പം എന്നാൽ മോൻ വരുമ്പോൾ കൊണ്ടുവരുമെന്നും പറഞ്ഞ് ദുർഗ ഫോൺ വയ്ക്കുന്നുണ്ട്. അങ്ങനെ ദുർഗ ഫോൺ വെച്ചിട്ട് നോക്കണത് നമ്മളുടെ കരുണയുടെ നേരെയാണ്. അന്നേരം കരുണയുടെ മുഖത്ത് നല്ല സന്തോഷം കണ്ടിട്ട് ദുർഗ ചോദിക്കുന്നുണ്ട്, ഇന്നെന്താടി നിനക്ക് പതിവില്ലാതൊരു സന്തോഷം ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പം ഇല്ല അമ്മേ, പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് പറഞ്ഞത്. അല്ല, ഇന്ന് കുഞ്ഞിൻ്റെ നൂലുകെട്ടായിട്ട് നിനക്ക് ദേഷ്യം ഉണ്ടാവേണ്ട ദിവസം, എന്തായാലും അതൊന്നും കാണില്ല. ഇനിയിപ്പോൾ അച്ഛനും മുത്തശ്ശി നീയും കൂടെ ചേർന്ന് കുഞ്ഞിനെയോ മഹാലക്ഷ്മിയോ ഉപദ്രവിക്കാൻ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പ്ലാൻ ചെയ്യാനാ അമ്മ, അല്ലെങ്കിൽ തന്നെ എന്ത് പ്ലാൻ ചെയ്താലും അതെല്ലാം പരാജയമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, ഇനി പരാജയം മാത്രമല്ല തിരിച്ചടിയെ കിട്ടാൻ പോണത്. ഇനി കണ്ണനെയോ മഹാലക്ഷ്മിയോ കുഞ്ഞിനെയോ നിങ്ങൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തിരിച്ചടി കിട്ടാൻ പോണത് നിനക്കും നിൻ്റെ കുഞ്ഞിനും ആയിരിക്കും. അന്നേരം കരുണ ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് അപ്പോൾ അമ്മയുടെ പേരക്കിടാവിനോട് ഒരു സ്നേഹവും ഇല്ലെന്ന് ചോദിക്കുമ്പോൾ പേരക്കിടാവിനോട് സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷേ അതിനെ പ്രസവിക്കണത് നീയല്ലേ, അതുകൊണ്ട് തന്നെ ആ കൊച്ചിൻ്റെ സ്വഭാവം നിൻ്റെ സ്വഭാവം തന്നെയായിരിക്കും. ഇപ്പം തന്നെ കണ്ടില്ലേ ആ മഹാലക്ഷ്മിയുടെ സ്വഭാവം എത്ര നല്ല സ്വഭാവം, അതുകൊണ്ട് അവൾക്ക് അതുപോലെ തന്നെയുള്ളൊരു കുഞ്ഞിനെ കിട്ടിയേക്കണം, നിനക്ക് കിട്ടുന്ന കുഞ്ഞ് എങ്ങനത്തെ അതൊന്നും പറയാൻ പറ്റില്ല. ആ സമയത്ത് കരുണയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നാലും കരുണ മനസ്സിലാലോചിക്കുന്നുണ്ട്, ഇന്നത്തോടുകൂടി ആ കുഞ്ഞ് ഈ ലോകം വിട്ടുപോകും, പിന്നെ നിങ്ങൾ എന്ത് പറഞ്ഞ് എന്നെ പരിഹസിക്കും, പിന്നെ നിങ്ങൾക്ക് പേരക്കിടാവെന്നും പറഞ്ഞ് ഓമനിക്കാൻ ഞാൻ പ്രസവിക്കുന്ന കുഞ്ഞ് ഉണ്ടാവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപനെയാണ്. പ്രതാപനാണെങ്കിൽ ഈ കുഞ്ഞിനെക്കുറിച്ച് ഒരു വിവരം കിട്ടിയില്ലല്ലോ എന്നോർത്ത് ടെൻഷനായിട്ടിരിക്കുമ്പോൾ പ്രതാപൻ്റെ അമ്മ വന്നിട്ട് പറയുന്നുണ്ട്, എടാ ആ ഗുണ്ട വിളിച്ചേർന്നോടാന്ന് ചോദിക്കുമ്പം ഇല്ലല്ലോ അമ്മേ, എന്നാൽ നീ ഒന്ന് വിളിച്ച് നോക്കടാന്ന് പറയണം. അങ്ങനെ ഈ പ്രതാപൻ ആ ഗുണ്ടയ്ക്ക് ഫോൺ വിളിക്കുമ്പം ആ ഗുണ്ടയാണെങ്കിൽ ഇങ്ങനെ ദേഹമൊക്കെ കടിച്ചിട്ട് മാന്തിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഫോൺ ബെല്ലടിക്കണേ. ഫോൺ എടുത്ത് നോക്കിയിട്ട് അയാളാണ് വിളിക്കണേ. ഇനി എങ്ങനെ പറയൂ അയാളോട് പറഞ്ഞ കാര്യം നടന്നില്ല എന്ന്. അയാളാണെങ്കിൽ പൈസയും തന്നു, ഇനി ബാക്കി പൈസ അയാൾ തരാനും ഉണ്ടായിരുന്നു, പക്ഷേ കാര്യം നടക്കാതെ എങ്ങനെ പൈസ മേടിക്കും. അങ്ങനെ ഇയാൾ ഫോൺ എടുക്കാണ്ട് നിൽക്കുമ്പോൾ വീണ്ടും വീണ്ടും പ്രതാപൻ വിളിക്കുന്നുണ്ട്. ഈ സമയത്ത് പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, അവനെന്താടാ ഫോൺ എടുക്കാത്തതെന്ന് ചോദിക്കുമ്പം ഒന്നും മനസ്സിലാവണില്ല അമ്മേ, ഇനിയിപ്പോൾ നമ്മളുടെ ഈ പ്ലാനും പൊളിഞ്ഞോന്ന് അറിയില്ലല്ലോ. അന്നേരം ഈ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, നീ ഒന്നും കൂടി ഒന്ന് വിളിച്ച് നോക്കുന്നത്. വീണ്ടും വീണ്ടും പ്രതാപൻ വിളിച്ചതും ആ ഗുണ്ടയാണെങ്കിൽ ഫോൺ എടുക്കുന്നുണ്ട്. ഫോൺ എടുത്തിട്ട് മാന്തിക്കൊണ്ട് തന്നെ എന്താ സാറേ എന്ന് ചോദിച്ചതും പ്രതാപൻ ചോദിക്കുന്നുണ്ട്, എന്താ ഏടാ കുഞ്ഞിൻ്റെ കാര്യത്തിൽ വല്ല തീരുമാനമായോ എന്ന് ചോദിക്കുമ്പം ഇല്ല സാറേ, കുഞ്ഞിനൊന്നും സംഭവിച്ചിട്ടില്ല, പക്ഷേ എനിക്കും ആ ഭസ്മം ഇടാൻ പോയ ആ സ്വാമിക്കും ദേഹം ആകെ ചൊറിഞ്ഞിട്ട് പാടില്ല. അയാളിപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ആ കുഞ്ഞിന് ഭസ്മം തൊടിയിച്ച് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കുറച്ച് കഴിഞ്ഞതും അയാളുടെ ദേഹം ആകെ ചൊറിയാൻ തുടങ്ങി. അത് മാത്രമല്ല അയാളുടെ ദേഹത്തേക്ക് അന്തരീക്ഷത്തിൽ നിന്നും കുറേ ഭസ്മം വന്ന് വീണെന്നാണ് പറഞ്ഞിരുന്നത്. അത് കേട്ടതും പ്രതാപൻ ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്, നീ എന്നെ കളിപ്പിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല സാറേ, ഞാൻ പറയുന്നത് സത്യം തന്നെ, ഇല്ലെങ്കിൽ സാറ് അയാളെ കണ്ടൊന്ന് ചോദിച്ചു നോക്ക്, അയാൾക്ക് ഇതുവരെയും ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് എന്നോട് പറഞ്ഞ്. എനിക്ക് തോന്നണേ ആ കൊച്ചിന് വലിയ ശക്തി ഉണ്ടോന്നാന്ന് പറയുമ്പം പ്രതാപൻ പറയുന്നുണ്ട്, നീ എന്തൊക്കെയാടാ പറയണേ, ചെറിയൊരു കൊച്ചിന് എന്ത് ശക്തി ഉണ്ടാവാനാന്ന്. എന്തായാലും കാര്യം നടന്നില്ല സാറേ എന്ന് പറഞ്ഞ് അയാൾ ഫോൺ വെച്ചിട്ട് വീണ്ടും നിന്ന് മാന്തുന്നുണ്ട്. ഇതേ സമയം പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, അവൻ എന്താടാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അമ്മ ഇതും വിജയിച്ചില്ല എന്ന്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മയ്ക്കാണ് ഈ ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ നിന്നോട് അപ്പോഴേ
പറഞ്ഞതാ, നീ എന്ത് പ്ലാൻ ചെയ്താലും അതൊന്നും വിജയിക്കില്ല എന്ന്. അതല്ലാടാ ഇവിടെ എന്താ സംഭവിച്ചത്, ആ കുഞ്ഞിൻ്റെ നെറ്റിയിൽ അയാൾ ഭസ്മം തൊട്ടെന്നാലോ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അയാൾ ഭസ്മമൊക്കെ തൊടിയിച്ചു, പക്ഷെ ആ കുഞ്ഞിനൊന്നും സംഭവിച്ചില്ല. ഭസ്മം തൊടിയിച്ച് അയാൾ പുറത്തേക്ക് ഇറങ്ങി. കുറച്ച് കഴിഞ്ഞതും അയാൾക്കുടെ മേത്തേക്ക് എവിടുന്നോ കുറച്ച് ഭസ്മം വന്ന് വീണു. ആ ഭസ്മം വീണതോടുകൂടി അയാൾക്ക് മേലാകെ ചൊറിച്ചിൽ തുടങ്ങി. ഇപ്പോഴും അയാൾ ദേഹമൊക്കെ ചൊറിഞ്ഞ് മാന്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, നമുക്കും ചൊറിച്ചിലുണ്ടായിരുന്നല്ലോടെ പ്രതാപ, ഇപ്പോഴും എൻ്റെ ദേഹം ചൊറിയുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, ഇനി നമ്മളെല്ലാം പറഞ്ഞതുപോലെ ആ കുഞ്ഞും എന്തെങ്കിലും ദൈവിക ശക്തിയുള്ള കുഞ്ഞായിരിക്കും അമ്മയെന്ന് ചോദിക്കുമ്പം ഈ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ആയിരിക്കില്ലടാ, എന്തായാലും ഭസ്മം തൊട്ടിട്ടുണ്ടല്ലോ, കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും അതിന് ഫലം ഉണ്ടാവുമായിരിക്കും എന്ന്. അന്നേരം പ്രതാപനും ആശ്വാസത്തോടു കൂടി പറയുന്നുണ്ട്, അത് ശരി അമ്മ പറഞ്ഞത്, ഭസ്മം തൊട്ടേയല്ലേ ഉള്ളൂ, എന്തായാലും കുറച്ച് നേരം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം, വൈകുന്നേരത്തിനുള്ളിൽ ആ കൊച്ചിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവുമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരുണേനെയാണ്. കരുണയാണെങ്കിൽ ഇങ്ങനെ ഒരു സമാധാനം ഇല്ലാതിരിക്കുകയാണ്. അപ്പോൾ ഉണ്ണി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി കരുണേ, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണേന്ന് ചോദിക്കുമ്പം, അല്ല ഉണ്ണിയേട്ടാ, ഇതുവരെയും കൊച്ചിനൊന്നും സംഭവിച്ചതായിട്ട് ആരും പറഞ്ഞു കേട്ടില്ലല്ലോ. അന്നേരം ഉണ്ണി പറയുന്നുണ്ട്, നിന്നോട് ആര് പറയാനാ, നീ ഒരു കാര്യം ചെയ്യുക, താഴേക്ക് ഇറങ്ങി ചെല്ല്, അമ്മയുടെ അടുത്ത് ചെന്നാൽ സത്യങ്ങൾ അറിയാൻ പറ്റുമെന്ന്. അങ്ങനെ കരുണയാണെങ്കിൽ ദുർഗയുടെ അടുത്തേക്ക് പോകാനായിട്ട് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഇതേസമയം നൂലുകെട്ടിൻ്റെ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് കണ്ണനാണെങ്കിൽ വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, കണ്ണേട്ടൻ എന്തായാലും വീട്ടിലേക്ക് പോകാം അല്ലേ, ഞാനവിടെ കുറച്ച് ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്, കണ്ണേട്ടൻ പോകുമ്പോൾ അത് അമ്മയ്ക്ക് കൊടുത്തുതരുന്നു. അന്നേരം മഞ്ജു പറയുന്നുണ്ട്, എടുത്തിക്ക് വല്ല അസുഖമുണ്ടോ, എന്തിനാ അമ്മയ്ക്ക് ഈ ഭക്ഷണമൊക്കെ കൊടുത്തു തരണേന്ന് ചോദിക്കുമ്പം, മഞ്ജു നീ എന്താ ഈ പറയണത്, അമ്മയ്ക്ക് ഇതിട്ട് ഭക്ഷണം കൊടുത്തു എന്ന് വിചാരിച്ചാൽ എന്താ സംഭവിക്കുന്നത്, ഒന്നുമില്ലെങ്കിലും അമ്മ കുഞ്ഞിന് ആഭരണമൊക്കെ മേടിച്ച് തന്നു വിട്ടതല്ലേ, അത് മാത്രമല്ല അമ്മയുടെ സ്വഭാവമൊക്കെ പണ്ടത്തേതിലും മാറിയിട്ടുണ്ട് മഞ്ജു, അമ്മ ഇപ്പം ആകെ സങ്കടത്തിലാണ് നിൽക്കുന്നത്, പിന്നെ നിങ്ങളെയൊക്കെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് അമ്മ ഇങ്ങോട്ട് വരാതിരുന്നത്. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, മഹി താൻ ആ ഭക്ഷണം എടുത്തോ, ഞാൻ അമ്മയ്ക്ക് കൊണ്ടേ കൊടുത്തേക്കാം. അത് കേട്ടതും മഹാലക്ഷ്മി ആണെങ്കിൽ ഭക്ഷണം എടുക്കാനായിട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, ഏട്ടനും ഏടത്തെയും എത്ര കിട്ടിയാലും പഠിക്കൂല, ഇനിയും കിട്ടുമ്പോൾ നിങ്ങൾ പഠിച്ചോളൂ എന്ന് പറഞ്ഞത് മോഹിനി അങ്ങോട്ട് വരുന്നുണ്ട്. മോഹിനി മഞ്ജുവിനോട് പറയുന്നുണ്ട്, മോളുടെ അമ്മ പണ്ടത്തെ കൂട്ടൊന്നുമല്ല, ഒരുപാട് മാറി, ഇനിയെങ്കിലും മോളുടെ അമ്മേനെ വിശ്വസിക്കണം എന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, ഇല്ല അമ്മേ, എനിക്ക് എൻ്റെ അമ്മയെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല, ഇതിനു മുമ്പ് ഞാൻ അമ്മയാകാൻ പോവാന്ന് വെറുതെ പറഞ്ഞതും എൻ്റെ അമ്മ ആ കുഞ്ഞിനെ നശിപ്പിക്കാൻ നോക്കിയതാ, അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ അമ്മയെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന്. അന്നേരം മോഹിനി ആണെങ്കിൽ ഇങ്ങനെ എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.